ഇപ്പൊ 25 വർഷത്തെ ഒരു ജേർണി, ഇപ്പൊ ചെറിയൊരു നമ്പർ അല്ല. പക്ഷെ ഈ പണ്ട് പാടിയ പാട്ടുകൾ സ്റ്റിൽ ഇപ്പോഴും പാടാറുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു സജീവമായിട്ട് നിങ്ങൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയ ശേഷമായിരിക്കും ആളുകളിലേക്ക് ഇത് കൂടുതൽ എത്തിയത്. ഉറപ്പായിട്ടും. ഇപ്പം മനോഹരി രാധ ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത് 2008-ലോ 2009-ലോ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് പാടുന്നത്. അതാരും പറഞ്ഞിട്ടില്ല. അതിനുശേഷം വീണ്ടും ഇത്രയും വർഷം കഴിഞ്ഞ് 2022-ലോ ആ സമയത്ത് വീണ്ടും പാടിയപ്പോഴത്തേനും സോഷ്യൽ മീഡിയ വന്നു. അതിന്റെ പ്രസൻസും റീച്ചും കൂടിയപ്പോഴത്തേനും അത് വൈറലായി. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഈ ഭജൻസിന്റെ കൂടെ ഇത് പാടുമ്പോൾ ആളുകൾ എങ്ങനെ എടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ റെസ്പോൺസ് അമ്പലത്തിൽ പാടുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെ ആരും ബോധമുള്ള പ്രായത്തിലൊന്നും അല്ല ഇതെല്ലാം ചെയ്തത്. ആൾക്കാരുടെ റെസ്പോൺസ് എന്താണോ അങ്ങനെ നമ്മള് ബോധയുടെ അല്ലായിരുന്നു. കുറെ പാട്ടുണ്ടായില്ലേ? വലിയൊരു മിക്സ് ആയിരുന്നു. അത് ഞങ്ങളിപ്പോ പാടാറില്ല. അത്രയും വലിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തുടരെ എനിക്കൊന്ന് അപ്പം ഇരുന്ന് മനസ്സിൽ വരുന്ന പാട്ടുകളെല്ലാം അങ്ങ് പാടുവന്നു എല്ലാവരും കൂടെ. ഒരാൾ പാടി തരുമ്പോൾ അടുത്ത ആൾ പാടും. ഒരാൾ പാടി കഴിയുമ്പോൾ അടുത്തവന് അതും കൂടെ കൊള്ളാം. അല്ലാതെ നമ്മൾ ഇരുന്നിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യണമെന്ന പ്ലാനിലൊന്നും അല്ല വരുന്നത്. പാടിക്കൊണ്ടിരിക്കാൻ മൈക്കിന്റെ ഇടയ്ക്കൂടെ പാടും. അങ്ങനെ പറഞ്ഞിട്ട് പാടിയ പാട്ടുകളുണ്ട്. ഞങ്ങൾ കമന്റ്സ് കണ്ടിട്ട് പാടിയ പാട്ടുകളുണ്ട്. അത് ഞങ്ങൾ റിക്വസ്റ്റില് ഇപ്പൊ പ്രണതോസ്മി. അപ്പൊ ഞാനൊരു കമന്റ് കണ്ടിട്ട് അതെനിക്ക് പാട്ട് നമുക്കറിയാം, പക്ഷെ എന്നാൽ അത് നല്ലതായിരിക്കും ഭജനിൽ പെടുത്താന്ന് തോന്നിയിട്ട് ശരത് സാറിന്റെ പാട്ട്. അപ്പൊ അത് കമന്റ്സ് കണ്ടിട്ട് ഞങ്ങൾ എടുത്ത് പാടി. അങ്ങനെയുള്ള പാട്ടുകൾ ധാരാളം ഉണ്ട്. ഭയങ്കര രസമാണ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ആരാ കളർ തീം കൊണ്ടുവരുന്നത്, പ്ലാൻ ചെയ്യുന്നത്? ശരിക്കും ഇതിന്റെ പുറകിൽ ആൾക്കാരുണ്ടോ? ആരും ഇതിന്റെ ഒക്കെ പിന്നിൽ ആരാണ്? ആ കറുത്ത കൈകൾ. മെർച്ചൻഡൈസിങ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡിസൈനർ ജയ്പൂരിൽ നിന്ന് ഞങ്ങളുടെ ഒരു ടീമുണ്ട് ഇപ്പോൾ ജയ്പൂർ. അപ്പൊ ഞങ്ങളത് ട്രാവൽ ചെയ്ത് അവരെ മീറ്റ് ചെയ്തു. ജയ്പൂരിൽ നിന്ന് ഞങ്ങൾ ഡ്രസ്സെല്ലാം ഉണ്ടാക്കുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്തൊരു മാഡം ഉണ്ട്. മാഡം റിട്ടയർ ആയി, മാഡം പോയി. അപ്പൊ മാഡം മഴവിൽ മനോരമയിലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാഡം എനിക്ക് മെസ്സേജ് അയച്ചു, മനു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു, പക്ഷെ ഡ്രസ്സ് ഭയങ്കര സൂപ്പർ ആയിരുന്നു, മനു ഇങ്ങനത്തെ നല്ല ഡ്രസ്സ് ഒന്നും ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. അതേ ഞാനെടുത്ത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഗ്രൂപ്പിലിട്ട് ഇവര് അതേ കയറി പിടിച്ചു. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്, ആദ്യമായിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് ആൾക്കാർ പറയുന്നത് അത് ഒത്തിരി പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടത്തില് പലരുടെയും ഫോറിൻ ട്രിപ്പ് ശരിക്കും സാധ്യമായത് ശരിക്കും നന്ദോദത്തിലൂടെയാണ്. അതെ, പ്രത്യേകിച്ച് പാസ്പോർട്ട് എടുത്ത് നന്ദോദത്തിന്റെ പ്രോഗ്രാം വന്നപ്പോ പാസ്പോർട്ട് എടുക്കുന്നത്. എന്തുകൊണ്ട് സ്ത്രീ സാന്നിധ്യം എന്തുകൊണ്ട് വരുന്നില്ല? അപ്പൊ അതിനൊരു റീസൺ എന്തായിരിക്കും? ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാല് നമ്മളെ കാണുന്ന സ്റ്റേജിൽ ഒരു 2 മണിക്കൂർ നമ്മളെ സ്റ്റേജിലാണ് ആൾക്കാർ കാണുന്നത്. ഇതിന്റെ പുറകിൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ യാത്ര. രാത്രിത്തെ യാത്രയിൽ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെയാണ് മിക്കപ്പോഴും വീട്ടിലെത്തുന്നത്. അപ്പൊ ആക്ച്വലി പെൺകുട്ടികളെ കൂടെ ഇത്രയും ഹെക്ടിക് ആയിട്ടുള്ള നമ്മൾ ഈ ഓട്ടം പറ്റുമോ എന്നുള്ള കാര്യം അതൊരു ഇതാണ്. Mari mari ma pa ma pa ri ga ri ri ga sa ni pa ni sa pa ri ga ri sa pa pa ma ri ma ri ma ri sa ri ma ri pa ri sa ni sa ri ri ga ri ri ga ri ri ga ri ri ga ri sa ni ma ri sa ri ga ri sa ni ni pa ma ri ma ni sa ni pa ma ri ga ri sa ni sa ri sa. Sorry.
പൊഴിയും പകമഴയിൽ യുഗയുഗമായി നിമിഷങ്ങൾ പണിനിലാവിലി കാളിന്തി രൂപം ബലപൂഴമാരും തമ്പുരാനേ ജയ ജയ വീഴുന്ന കീർത്തി പുഞ്ചിരി മലക്കുളിര പുഞ്ചിരും ആദരമറി മഞ്ചിരി മലക്കുളിര പുഞ്ചിരും ആദരമറി മണ്ണിലും മധുരമിക്കും കണ്ടിടേണം ദയാനിധേ മണ്ണിലും മധുരമിക്കും കണ്ടിടേണം ദയാനിധേ അമ്പലപ്പുഴമാരും തമ്പുരാനേ ജയ ജയ എഴുന്ന കീർത്തി സൈനസ് പ്ലസിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. സംഗീതത്തിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന നന്ദഗോവിന്ദം ബിജൻസ് ആണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. നമസ്കാരം. പുതിയ രൂപത്തിലും ഭാവത്തിലാണ് എല്ലാവരും വന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലെ അല്ല നിങ്ങൾ ആരെയും ഇന്ന് ഞാൻ കാണുന്നത്. ഒരു മാറ്റം കൊണ്ടുവന്നാണോ പുതിയതായിട്ട്? മാറ്റം കൊണ്ടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും. പിന്നെ നമ്മളെ പ്രോഗ്രാമിനും അല്ലാതെയൊക്കെ നമ്മളെല്ലാരും കൂടുതൽ കാണുന്നത് നമ്മളെ മുണ്ടിലൊക്കെയാണ്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിയത്തില്ലാത്ത അവസ്ഥയായി. ഒരു മാറ്റം കൊണ്ടുവന്ന് ഇനി ഇങ്ങനെയായാലും ഞങ്ങൾ കണ്ടുപിടിക്കണം എന്നൊക്കെ. എല്ലാ ഇന്റർവ്യൂവിന്റെ താഴെ ഓരോരുത്തർക്കും ഫാൻസ് ഉണ്ട്. ഓരോരുത്തർക്ക് ഫാൻസ് ഓരോ വീഡിയോ കഴിയുന്നതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഓരോരുത്തരെ പരിചയപ്പെടുന്നുണ്ട്. കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾ ആർക്കും മറന്നുപോകരുത്. പേരോട് കൂടി എവിടെ പോയാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. സോ ഞങ്ങൾക്കും ആരാണ് എന്താണെന്ന് കൂടുതൽ അറിയാം ഓൾറെഡി. പക്ഷെ ഞങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. സോ നമുക്ക് എല്ലാവരും പരിചയപ്പെട്ടിട്ട് നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. സോ എവിടെ നിന്ന് തുടങ്ങണം? വിഷു ചേട്ടൻ തുടങ്ങിയാലോ? വിഷു ചേട്ടൻ അരുതേ എന്നാണ്. വിഷു ചേട്ടൻ ആരാ, എന്താ ചെയ്യണേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുന്ന എല്ലാവരും വേറെ ജോലികൾ ചെയ്യുന്നുണ്ട്. സോ ഇതില് പാർട്ട് എന്താണ്, എന്താ ചെയ്യണേ, എവിടുന്നാ വരണേ? ഒരു ചെറിയൊരു അല്ല, ഞാൻ മെയിൻ പ്രൊഫഷൻ ഇത് തന്നെയാണ്. പണ്ട് തൊട്ട് നമ്മൾ ഏരിയ പഠിക്കുമ്പോൾ തൊട്ട് വന്ന് തുടങ്ങിയത് ഈ ടീമിന്റെ കൂടെയാണ്. പിന്നീടാണ് ഓരോ പരിചയങ്ങളായി പ്രൊഫഷനായിട്ട് എടുത്തത്. പിന്നെ ഈ കൊറോണ സമയത്ത് HDFC ബാങ്കിന്റെ ചെറിയൊരു ജോലിക്ക് കയറിയായിരുന്നു സൈഡായിട്ട്, വെരിഫിക്കേഷൻ സൈഡായിട്ട്. പിന്നെ മെയിൻ ഇത് തന്നെ. പിന്നെ ശരി, ഓക്കെ. ആളെ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കണ്ട. ഓക്കെ, അടുത്ത ആൾക്ക് കൊടുത്തോളൂ. പറഞ്ഞോ. ഞാൻ പുതിയ ആളാണ്. അബൌട്ട് 1 ഇയർ ആകുന്നേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട്. ഒത്തിരി സന്തോഷം ഇതിലൊരു ഭാഗമാകാൻ പറ്റിയത്. പിന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പിന്നെ നമുക്ക് ഒത്തിരി പോസിറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. നമ്മുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു സ്ട്രെസ് റിലീഫാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പാട്ടുകളാണ് അവർ കേൾക്കാറ്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു എയിമാണ് അത്. എല്ലാവരുടെയും ഒരു സ്ട്രെസ് നമ്മൾ റിലീഫ് ആക്കുന്നെന്ന് പറയുമ്പം നമുക്കും അതിൽ നിന്നൊരു ഒത്തിരി സന്തോഷം. നമുക്കത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളത്. നമ്മൾ ഒത്തിരി പേര് സോഷ്യൽ മീഡിയ വഴിയാണേലും ഒത്തിരി പ്രോഗ്രാംസ് ആണെങ്കിലും ഒത്തിരി പേരാണ് കാണാനായിട്ട് സാധാരണ വരാറ്. അപ്പം അവർക്കെല്ലാം നമ്മളൊരു ആ ഒരു വൈബ് കൊടുക്കുമ്പം അതിൽ നമ്മൾ ആണ് അതിൻ്റെ കാരണം എന്ന് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം ആണ്. ഇതെന്താ ഇപ്പൊ വിചാരിക്കണേ? നിങ്ങൾ സംസാരിക്കും, നിങ്ങളിപ്പോ ചിരിക്കും, അവിടെ അറിയാമെങ്കിലും. നമസ്കാരം, നവീൻ. ഞാൻ ദുബായിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ ദുബായിലും ഇവിടെ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. എന്നെ കുറിച്ച് എന്റെ ഫാമിലി, എനിക്ക് വൈഫ്, എനിക്ക് 2 കുട്ടികളാണുള്ളത്. എന്റെ കുട്ടികൾ ട്വിൻസ് ആണ്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. അവർക്ക് 5 വയസ്സ്. എൻ്റെ നാട് കോട്ടയമാണ് സ്ഥലം. അപ്പം എല്ലാവരും ഞങ്ങൾ മിക്ക ആൾക്കാരും കോട്ടയംകാർ തന്നെയാണ്. അപ്പം ഞാനും കോട്ടയത്താണ്. നന്ദഗോവിന്ദം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയത്തോട്ട് ഞാനും ഉണ്ട്. 25 വർഷമായിട്ട്. അതാണ് ഞാൻ. എൻ്റെ പേര് മനു എന്നാണ്.
കോട്ടയം തന്നെയാണ് സ്ഥലം. ഞാൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലാണ്, കോട്ടയത്ത് തന്നെ. വന്നിട്ട് ഇപ്പോൾ 10-12 വർഷമായി നന്ദകുന്നത്ത്. +2 കഴിഞ്ഞപ്പോൾ മുതൽ ഉണ്ട്, നന്ദകുന്നത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ പേര് രാജേഷ് ജയൻ എന്നാണ്. ഞാൻ നന്ദകുന്നത്തിലോട്ട് വരുന്നത് ദുബായിൽ നിന്നാണ്. നവീന ഞങ്ങൾ യാദൃശികമായ ഒരു സ്റ്റേജിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ അന്ന് മുതൽ നന്ദഗോവിന്ദത്തിൻ്റെ കൂടെ ഉണ്ട്. ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നന്ദഗോവിന്ദം നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലായി. അതിൻ്റെ കൂടെ അങ്ങനെ കൂടിയതാണ്. പിന്നെ ഞാൻ റിട്ടേൺ ചെയ്ത് നാട്ടിലോട്ട് തിരിച്ചു വന്നു, ഗൾഫിലെ ജോലി നിർത്തിയിട്ട്. അവിടെ കെമിസ്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ ഫുൾ ടൈം നന്ദഗോവിന്ദത്തിൻ്റെ കൂടെയാണ്. നന്ദഗോവിന്ദത്തിൻ്റെ വെബ്സൈറ്റ്, സൗണ്ട്, ബാക്ക് മിക്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നു. സ്വദേശം പള്ളുരുത്തിയാണ്. വൈഫും 2 കുട്ടികളും ഉണ്ട്. വൈഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ തിരുവനന്തപുരത്താണ് ഞാനിപ്പോൾ താമസം. ഞങ്ങൾ ഒരുമിച്ച് എല്ലാം എനിക്കൊന്ന് ഇന്റർവ്യൂ തുടങ്ങുമ്പോൾ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. നമുക്ക് നന്ദഗോവിന്ദം എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര, ഞാൻ പറഞ്ഞില്ല തുടങ്ങിയ മുതൽ അതിൽ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. എത്ര ദൂരത്താണെങ്കിലും ഞാൻ പോയി പ്രോഗ്രാം ചെയ്യും. അതിനകത്ത് നമുക്ക് കിട്ടുന്ന ആദ്യം ഫസ്റ്റ് കാര്യം നമുക്ക് കിട്ടുന്ന സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അത് ഭയങ്കര, വീട്ടിൽ നിന്നും ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ കോട്ടയം മീനടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഫ്രീലാൻസ് മ്യൂസീഷ്യനാണ്. നാട്ടിൽ വർഷങ്ങളായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നു. കുറച്ച് നാൾ ദുബായിലുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും നാട്ടിൽ പ്രോഗ്രാംസ് കാര്യങ്ങൾ നന്ദകുന്നത്തിൽ ഹാപ്പി ആയിട്ട് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണെന്ന് തോന്നുന്നു. യെസ്, അതെ. ആ ക്യൂട്ട്നെസ് മുഴുവൻ കാണിക്കുന്നുണ്ട്. കുട്ടികളെ മുഴുവൻ കാണിക്കുന്നില്ലേ? പറയൂ. എൻ്റെ പേര് ശ്രീദർശൻ സന്തോഷ്. ഞാനിവിടെ ഗ്രൂപ്പിൽ ചേർന്നിട്ട് 2 വർഷമായി. ഞാൻ +2 വരെ ദുബായിലാണ് പഠിച്ചത്. അപ്പോൾ +1 ഇങ്ങനെ ഗ്രൂപ്പിൽ പരിചയപ്പെട്ട് അവിടെ കീസ് വായിച്ചിരുന്ന അജീഷ് ചേട്ടനും കണ്ണൻ ചേട്ടനും അവരെ പരിചയപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കയറുന്നത്. അന്നോട്ട് പിന്നെ ബിടെക്കിനായിട്ട് നാട്ടിൽ വന്നു. ഞാൻ ആക്ച്വലി ഒരു ബിടെക് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഇപ്പോൾ നാട്ടിലും അവിടെയും എൻ്റെ കൂടെ വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ മുഴുവൻ ഈ കോളേജിൽ ട്രിപ്പ് വന്ന മൂടാണ് സത്യത്തിൽ. അവിടെ ഒരു കീബോർഡ് പിയാനിരിക്കുന്നതാണ് അവിടെ തുടങ്ങി. അതെ, ആളുടെ ലോകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ആള് എൻ്റെ ഒരു വൈഷ്ണവ് എന്നാണ്. തൃശ്ശൂരാണ് നാട്. ഞാനിവിടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എഞ്ചിനീയറിംഗ് വിങ്ങിൽ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് ലൈക്ക് നന്ദഗോവിന്ദത്തിൽ ലാസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് മെമ്പറാണ്. ഞാൻ ജോയിൻ ചെയ്ത് ഏകദേശം ഒരു 1.5 മാസമൊക്കെ ആയിട്ടുള്ളൂ. പിന്നെന്താ, എല്ലാവരും പറയണ പോലെ തന്നെ ലൈക്ക് നന്ദഗോവിന്ദത്തിൻ്റെ ഫാമിലിയിലൊരു മെമ്പറാന്ന് പറയുമ്പോൾ വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ലൈക്ക് ഞാനിങ്ങനെ പ്രാക്ടീസിലും കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഇവിടെ ട്രെയിനിലെല്ലാം വരുമ്പോഴേ നമ്മൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണം. ലൈക്ക് എന്താ പറയുക, നമ്മുടെ വീഡിയോ ഒക്കെ ആൾക്കാർ കാണാനും അതിൽ നിന്ന് ആൾക്കാർ ശ്രദ്ധിക്കാനൊക്കെ അതൊരു ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നേഷൻ ഒക്കെ ഉള്ള ഒരു മൊമെൻ്റ്, അത് ഭയങ്കര ട്രൂലി ഒരു ഡ്രീം മൊമെൻ്റ് ആയിരിക്കും എല്ലാവർക്കും. അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ചേട്ടാ നമസ്കാരം, എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനിപ്പം നന്ദഗോവിന്ദത്തിൻ്റെ മാനേജറാണ്. അപ്പം അച്ഛനാണ് തുടങ്ങിയതിൻ്റെ ഒരു ഇത്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടി. അപ്പം പിന്നെ ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനോടുള്ള ഇൻട്രസ്റ്റ് ആണ്. എല്ലാവരെയും പോലെ തന്നെ നമ്മളും ഇതിനെ നിൽക്കുന്നത്. അപ്പോൾ കൂടുതലും ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്നത് നന്ദഗോവിന്ദത്തിന് വേണ്ടി തന്നെയാണ്. ഒരു ഫാമിലി ആയിട്ട് തന്നെ പോകും. ഞാൻ ആയുർവേദ ഫീൽഡാണ്, ആയുർവേദ ക്ലിനിക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കൂട്ടത്തിൽ ചേട്ടനാണ് എപ്പോഴത്തെ ഫോളോ ചെയ്യുന്നവരെ മുണ്ടും ഷർട്ടും കുറിയൊക്കെ ഇട്ട് ഐശ്വര്യത്തോടെ വന്നിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഹരിരാജ്. 25 വർഷം മുന്നേ പണിക്കരോടൊപ്പം ഇതിനൊരു തുടക്കക്കാരനാകാൻ സാധിച്ചു. നന്ദഗോവിന്ദം എന്ന പേര് നൽകുവാൻ സാധിച്ചു. നവീനെ കൊണ്ടുവരാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്ന ഞാൻ ഓർഗാനിക് ഷോപ്പ് നടത്തുകയാണ്. അന്ന് പണിക്കരോടൊപ്പം കൂടെ ഇരുന്നപ്പം അദ്ദേഹത്തിൻ്റെ മകനും കൂടെ ഇരിക്കുന്നത് ഒരു മഹാഭാഗ്യം. അങ്ങനെ സാധിക്കുന്നു. അതൊരു ഭയങ്കര ട്രോള് ആണോ ഇനി നല്ലത് പറയണോ മനസ്സിലാവണില്ല. അതൊക്കെ ട്രോള് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ആള് ലാസ്റ്റ്. വൈക്കമാണ് സ്വദേശം. ഞാൻ 13ാമത്തെ വയസ്സ് തൊട്ട് പ്രൊഫഷണലി മ്യൂസിക്കിലുണ്ട്. പിന്നീട് ഒരു ഏകദേശം 5 വർഷമായിട്ട് ഈ ടീമിൽ. ഞാൻ ആദ്യം ഇവിടെ ഡോൽക്കി വായിക്കുന്ന അപ്പുചേട്ടനുണ്ട്, അദ്ദേഹത്തിന് പകരമായിട്ട് വിഷ്ണുവാണ്. ഞങ്ങൾ ടുഗദർ എപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുന്നതാണ്. പുള്ളിയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഋതും ഉള്ളതുകൊണ്ട് സാന്ദ്രാനന്ദലയമായ യാത്രയിൽ ആദ്യം തൊട്ട് ഭാഗമാകാൻ സാധിച്ചു. പിന്നെ
നവീൻ ബ്രോ, എല്ലാവരും ഒരു ഫാമിലിയാണ്. ഭയങ്കര സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓരോ പ്രോഗ്രാംസിലും ആ സ്പിരിറ്റിൽ പോകുന്നു. താങ്ക് യു.